നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ കിടക്ക്. ഓക്കെ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ. സമയം കിട്ടുമ്പോ പേച്ചിയമ്മൻ കോവിലിൽ പോയി ഒരർച്ചന നടത്തിയിട്ട് തിരിച്ചു വരണം. ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുകയായിരുന്നു നീയും സിഹിയും തിരിച്ചു വരണേന്ന്. അതുപോലെ തന്നെ ദേവി നിങ്ങളെ തിരിച്ചു കൊണ്ടു തന്നു. എന്റെ മനസ്സിൽ എവിടെയോ അത് തോന്നുന്നുണ്ടായിരുന്നു. നമ്മുടെ സീത എന്തായാലും തിരിച്ചു വരുമെന്ന്. ഭാഗ്യം കൊണ്ടാ തിരിച്ചു വന്നത്. നീ രാത്രി ഇവിടെ എത്തിയപ്പോ ഒരുപാട് വൈകിയിരുന്നോ? അതെ അമ്മേ, അവിടെ നടുറോട്ടിന്നാവൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്. ആ പയ്യനോടൊരു നന്ദി പറയണം മോളെ. പെട്ടെന്നൊരു ട്രാൻസ്ഫർ അടിച്ചു തരും, പെട്ടെന്ന് അതങ്ങ് ക്യാൻസൽ ചെയ്യും. ഇനി വേറെ ഡ്രാമയൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. എനിക്കും അതാ മനസ്സിലാവാത്തത് പ്രിയ. പരീക്ഷണങ്ങൾ നടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാ അമ്മേ ദേവി. സീത, രാത്രിക്ക് രാത്രി തന്നെ തിരിച്ചു വന്നല്ലോ. ബൽഹാവിലേക്ക് പോയില്ലേ? ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആയി ചേച്ചി. ഭാഗ്യം. ഞാനിനി ആരോടാ പഞ്ചസാര ചോദിക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അത് കൊള്ളാലോ. സീത പോകുന്നതിനേക്കാളും വലുതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചസാര? അതുകൊണ്ടൊന്നല്ല മോളെ. സീയും സീതയില്ലാത്ത അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? വെറുതെ പറഞ്ഞതാ. നീ തിരിച്ചു വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരി ചേച്ചി. ഹായ് ബേബി, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക്. എന്റെ ചക്കര കുട്ടി, നീ എങ്ങോട്ടും പോയിട്ടില്ല പൊന്നെ. മുത്തശ്ശിയെ കാണാൻ തിരിച്ചു ഓടി വന്നതാ. മുത്തശ്ശി, അപ്പൊ ഞങ്ങള് പോയില്ലേ? ബസ്സിൽ ഇരുന്നതാണല്ലോ. നമ്മള് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നില്ലേ? അവനാ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. മുത്തശ്ശി, മുത്തശ്ശനോടെ? മുത്തശ്ശനെ നിനക്ക് വേണ്ടി ബദാം വാങ്ങാൻ വേണ്ടി പോയതാ. ബദാമോ? പിന്നെ നമുക്ക് ഇന്ന് ഉത്സവല്ലേ. നോക്ക്, ഇന്നലെ രാത്രി ഞങ്ങൾ എത്ര കരഞ്ഞെന്നറിയോ? ഞാൻ ഇതുവരെ അത്രയും കരഞ്ഞിട്ടില്ല. മുത്തശ്ശനും കരഞ്ഞു. നീ ഇനി ഒരിക്കലും ഞങ്ങളെ വിട്ടു പോവല്ലേ സിഹി? സീത, തിരിച്ചു വന്നതിൽ സന്തോഷമില്ലാതെ നീ എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത്? അതൊന്നും ഇല്ലടി പ്രിയ. എനിക്ക് ട്രാൻസ്ഫർ തന്നത് ഓഫീസിൽ നിന്നാ. ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാ ക്യാൻസൽ ആയെന്ന് പറഞ്ഞത്. ആ കാര്യം എന്നോട് വന്ന് പറഞ്ഞത് റാമ. അതും അങ്ങനെ വന്ന് ബസ്സിൽ ചേസൊക്കെ ചെയ്ത് ഞങ്ങളെയും കൊണ്ടുവന്നു. ഇതൊക്കെ എങ്ങനെയാ നടക്കുക? റാം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങൾ ഏത് ബസ്സിലാന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് വരണമെങ്കിൽ സമയമെടുക്കില്ലേ? ഓഫീസിൽ നിന്ന് എനിക്ക് ഇമെയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് റാം പുറപ്പെട്ടിട്ടുണ്ടാവില്ലേ? ആക്ച്വലി ബസ് സ്റ്റോപ്പിൽ ഞാൻ ബോസിനെ കണ്ടായിരുന്നു. അവർക്ക് ഡയറക്റ്റ് വന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ റാമിനെ വിട്ടതാകും. ഇതിലൊക്കെ നീ എന്തിനാ വെറുതെ സേതുരാമയ്യരെ പോലെ? നിന്റെ വീട്ടിലാ നീ ഇപ്പോൾ ഉള്ളത്. മോൾക്കും ഇവിടെ തൊട്ടടുത്ത് അവളുടെ മുത്തശ്ശനും ഒക്കെ ഉണ്ടല്ലോ. യു വിൽ ബി എക്സ്ട്രീംലി സേഫ് ഹിയർ. അത് ആലോചിച്ചെങ്കിലും ഒന്ന് സന്തോഷിക്കേ.
എന്റെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മുല്ലപ്പൂ കൊണ്ടുവന്നതിന് എന്നെ വഴക്ക് പറയായിരുന്നില്ലേ? വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നല്ലോ. ഇപ്പോ ഞങ്ങൾ ഈ വീട്ടിൽ തന്നെയുണ്ട്, രാമു ഇവിടെ തന്നെയുണ്ട്. ഇന്ദ്രനും വാണിയും വിട്ടുപോയ ശേഷം നഷ്ടപ്പെട്ട സമാധാനമല്ല അവൻ വഴി തിരിച്ചു കിട്ടി. നീ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് തിരക്ക് കൂട്ടി അങ്ങ് പോയല്ലോ മോളെ. വള, മാല, കമ്മല്, സിന്ദൂരം, നിനക്ക് ഇതൊന്നും വേണ്ട. ഒരു മുഴം മുല്ലപ്പൂ ഉണ്ടെങ്കിൽ നിനക്കത് മതിയായിരുന്നു. ഇനി നിനക്ക് വരാൻ പറ്റുമോ? ഞാൻ എന്നും പൂ മേടിച്ചു തരാം. നോക്ക്, നിന്നോട് 2 വർത്താനം പറയാമെന്ന് വെച്ചാ കള്ളന്മാരത് ഒളിഞ്ഞിരുന്ന് കേൾക്കുക. കള്ള, എങ്ങോട്ടാ പോന്നേ? വാടാ. ഹായ്. അതെ, ഞാൻ മുത്തശ്ശൻ പറഞ്ഞൊന്നും കേട്ടില്ലെന്നേ. മുത്തശ്ശൻ പറഞ്ഞു. ഇന്നലെ രാത്രി മിന്നല് പോലെ വന്ന് മുത്തശ്ശന്റെ അനുഗ്രഹം വാങ്ങിച്ച് പോയതാണല്ലോ. എന്താ കാര്യം? എന്തായിരുന്നു നിന്റെ ആവശ്യം? മുത്തശ്ശനും മുത്തശ്ശിയായിട്ടുള്ള സംസാരം നടക്കട്ടെ. പാവം മുത്തശ്ശിക്കല്ലേ വിഷമാവില്ലേ? അവളെ നിന്റെ മുത്തശ്ശിയാവുന്നതിന് മുൻപ് എന്റെ ഭാര്യയാണ്. ഡാർലിംഗ്, 2 minutes, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം കേട്ടോ. വിചാരിച്ച കാര്യമൊക്കെ നടന്നോടാ? ഒരു വിധത്തില് കഴിഞ്ഞു. ശരി, എന്തായിരുന്നു കാര്യം? മുത്തശ്ശ, ദിസ് ഈസ് ടു മച്ച്. എന്റെ അടുത്താണോടാ കണ്ണുകൂത്തി കളി? മുത്തശ്ശൻ എന്ത് വരുമെന്നൊന്നും എനിക്കറിയില്ല. ഐ ആം ജസ്റ്റ് എക്സ്ട്രീംലി ഹാപ്പി. താങ്ക് യു സോ മച്ച്. മുത്തശ്ശ, ഒരു സ്മോൾ ക്വസ്റ്റ്യൻ. മുത്തശ്ശിക്ക് ഈ മുല്ലപ്പൂ എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമായിരുന്നോ? ഇഷ്ടോ? ജീവനായിരുന്നടാ. മുത്തശ്ശിക്ക് മാത്രമല്ല, പെണ്ണായി പിറന്ന എല്ലാവർക്കും മുല്ലപ്പൂ എന്ന് വെച്ചാ ജീവനാ. അതിപ്പോ ഈ ഭർത്താക്കന്മാരൊക്കെ അവരുടെ കൈ കൊണ്ട് പൂവുണ്ട കൊടുക്കില്ലേ, അതവർക്ക് വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ടാ പറയുന്നത്, ഈ പെണ്ണിനെ മനസ്സിലാക്കണമെങ്കിൽ ആണിന്റെ ഹൃദയം പൂ പോലെ ആയിരിക്കണമെന്ന്. താങ്ക് യു മുത്തശ്ശ. ബൈ. എന്റെ മനസ്സിലുള്ള കാര്യം രാത്രി തന്നെ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവള് ശരിക്കും തിരിച്ചു വരുമായിരുന്നോ? ചിലപ്പോ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് തിരിച്ച് ബസ് കയറി പോയിരുന്നെങ്കിലോ? ആലോചിക്കുന്നവരും ഭ്രാന്ത് പിടിക്കാണല്ലോ. നീ എന്താടാ ഇഞ്ചി അടിച്ചോളൂ നിൽക്കുന്നേ? നീ അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ ഇത്രയും കാലം ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടെ നടന്നിട്ട് പെട്ടെന്ന് എന്റെ മനസ്സിൽ നിന്നോടൊരു പുതിയ ഫീല് തുടങ്ങിയത് ഞാൻ എങ്ങനെയാടാ പറയാ? നാണക്കേടല്ലേ? ഉറപ്പാ? ദാ ഇവിടുന്ന് ഇവിടേക്ക് 10 സെന്റിമീറ്ററേ ഉള്ളൂ. പക്ഷെ ഇവിടെയുള്ള കാര്യം ഇവിടേക്ക് വരണമെങ്കിൽ 10,000 കിലോമീറ്റർ പോകേണ്ടി വരൂടാ. ഒന്നും വേണ്ട. എന്തിനാ ഒരു നല്ല ബന്ധം വെറുതെ ഇല്ലാതാക്കുന്നേ? ഇപ്പൊ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. അതല്ലേ ഇപ്പൊ നല്ലത്. കറക്റ്റ്. എന്താ ബാസ്, വെർച്വൽ റിയാലിറ്റിയിലാണോ? ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. നീ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് നോയിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഞാനിവിടെ. ഇതിനെയാണോ പ്രേമപരവേശം എന്ന് പറയുന്നത്? എന്നാലും ഈ ഷോ കാണാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. നിന്നെ ഇതുവരെ ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല.
ഹേയ് ഹേയ് ഞാനൊരു തമാശ പറഞ്ഞടാ, എന്തിനാ ദേഷ്യം പിടിക്കുന്നേ? ഇഷ്ടമുണ്ടെന്ന് തുറന്നു പറയാൻ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് നിന്നെ കണ്ടപ്പോ മനസ്സിലായി. സത്യമായിട്ട് ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലടാ. നിന്റെ മനസ്സിനോട് സത്യസന്ധത കാണിക്ക്. ഇവിടെ എന്താ ഉള്ളേ? സ്റ്റിൽ കൺഫ്യൂസ്ഡ്. അത് പുറത്തേക്കല്ലേ, അതിന്റെ അകത്തില്ലേ സ്നേഹം, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. എടാ, ഈ പ്രേമം എന്ന് പറയുന്നത് വൺ സൈഡ് മാത്രമുള്ള കണ്ണാടിയാ. അറിയാതെ എന്തെങ്കിലും ചെയ്ത് എന്റെ കൈ കൊണ്ട് അത് ഉടഞ്ഞു പോകുന്ന എനിക്ക് പേടി. കണ്ണാടിയാണെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാ ഓൺ സൈഡഡ് ആവുന്നേ? നിനക്ക് അങ്ങോട്ട് എത്ര കെയർ ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടും അത്ര കാണും. സ്നേഹവും അതെ. എന്താ തുറന്ന് പറയുന്ന പറഞ്ഞത്. എടാ, ഞാൻ നോക്ക്, ഇപ്പൊ പറഞ്ഞത് ഞാൻ തമാശയായിട്ടല്ല, സീരിയസ് ആയിട്ട്. സീതയും വളരെ സീരിയസ് ആണ്, എന്നോടൊന്നും സംസാരിക്കുന്ന പോലുമില്ല. എനിക്കിപ്പോ തോന്നുന്നുടാ അവക്ക് എന്നെ എന്തോ ഡൗട്ട് ഉണ്ടെന്ന്. ഡൗട്ടോ? പിന്നല്ലാതെ ഓഫീസിൽ നിന്ന് മെയിൽ വന്നിട്ട് തന്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ആയെന്ന് പറഞ്ഞിട്ട് പോലും അവള് വിശ്വസിക്കുന്നില്ലടാ. അതെന്തായാലും ഇപ്പൊ നന്നായില്ലേ? ഡയറക്റ്റ് ആയിട്ട് കാര്യം പറ. എനിക്ക് നിന്നെ പറഞ്ഞു വിടാൻ താല്പര്യമേ ഇല്ല, അതുകൊണ്ടാ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ തന്നെ വന്നത്. ഐ ലവ് യു എന്ന് തുറന്നു പറ. ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല റാം. ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു വന്നു, ഇപ്പൊ ഇങ്ങനെയൊക്കെയാണോ നീ ബിഹേവ് ചെയ്യുന്നേ? ഐ ഹേറ്റ് യു. അങ്ങനെ പറഞ്ഞങ്ങ് പോയാലോ? കർമ്മണ്യേ വാധികാരസ്തേ മാഫലേഷു കഥാചന. നിന്റെ കർമ്മം നീ ചെയ്യുക, ഫലം ആ കൃഷ്ണനെ വിട്ടേക്ക്, എല്ലാം ഭവിക്കും. ഞാൻ കൃഷ്ണനല്ല, റാമാ. രാമനായാലും ഭീമനായാലും കുഞ്ഞപ്പനായാലും മുനിയപ്പനായാലും എല്ലാവർക്കും കൊടുക്കാനുള്ളത് ഇതേ അഡ്വൈസ്. ആരാണോ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് അവരുടെ ഗെയിം ഓവറാ. മേക്ക് ഇറ്റ് സിമ്പിൾ. ചാൻസ് ഉണ്ടോന്ന് എങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ലടാ. അവൾ അക്സെപ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. ഇനി അഥവാ നീ ഒരിക്കലും എന്നോട് സംസാരിക്കാൻ വരാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞ പറയില്ല. അതെന്താണ് നീ എത്ര ഉറപ്പിച്ച് പറയുന്നേ? ഇത്രയും കാലത്ത് അറിവ് വെച്ച് എന്റെ സുഹൃത്ത് വളരെ നല്ലവനാ. അവനെ വെറുക്കാൻ ഒരാൾക്കും ഇവിടെ സാധിക്കില്ല. എന്തിനാ ഇത്രയ്ക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? ഒരു പക്ഷെ ഇതേ ആലോചന സീതയ്ക്ക് ഉണ്ടെങ്കിലോ, നീയായിട്ട് വന്ന് പറയാനായിട്ട് അവരെ കാത്തിരിക്കുകയാണെങ്കിലോ, അവർക്കും നിന്നെ ഇഷ്ടമാണെങ്കിലോ? ഒരു മകളുണ്ട്, നിന്നെക്കാട്ടിലും അവർക്കല്ലേ ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കേണ്ടത് നീയാണ്. അവളുടെ മനസ്സിൽ എന്താണെന്നറിയാതെ ഞാൻ എന്ത് ചെയ്താലും അത് തെറ്റാടാ. എന്തു വന്നാലും ആദ്യം ചെയ്യേണ്ടത് ഞാൻ ആരാണെന്ന് അവളോട് പറയണം. ഇതാണ് ശരിയായ ചിന്ത. എന്നിട്ട് ദിസ് ഇസ് ശ്രീറാം ദേശായി, സൂര്യപ്രകാശ് ദേശായിയുടെ ചെറുമകൻ. ഈ ഓഫീസിന്റെ ഉടമസ്ഥൻ ഞാനാണെന്ന കാര്യം പറയാം. സബാഷ്. എന്നിട്ട് പിന്നെ എന്താടാ? എന്റെ മനസ്സിലെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ആ ഭാരം എടുത്ത് അവളുടെ തല വെക്കാൻ പറ്റില്ലല്ലോ. ആദ്യം അവളുടെ കംഫർട്ട്. ബിക്കോസ് സ്നേഹമുള്ള മനസ്സുകളിൽ ശരിക്കും ബഹുമാനവും ഉണ്ടാവും. മറ്റെന്തിനേക്കാളും കൂടുതൽ അവളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. സബാഷ് കൂട്ടുകാരാ. കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? എന്താ, എന്തു പറ്റി? നോക്ക്, ദീപാവലിയുടെ സാധനങ്ങള്. എടീ നിക്കവിടെ. അത് വാങ്ങിട്ട് ഇനി എന്ത് കാണിക്കാനാണോ? അയാൾക്ക് നഷ്ടം വരുന്നുള്ള കാര്യം ഉറപ്പായി. ഇതിനെത്രയാ? 450. ഒരെണ്ണത്തിനോ? ഒരെണ്ണത്തിന് 450. മുറ്റത്ത് കുഴിയെടുത്ത് എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചാ ഇത്രയൊന്നും കാശ് ചെലവാവില്ലല്ലോ. ഒരെണ്ണത്തിന് 450 എന്ന് പറഞ്ഞാ ഞങ്ങളൊക്കെ എങ്ങനെ ആഘോഷിക്കും? മറ്റുള്ളവർ ആഘോഷിക്കുന്ന കണ്ടോണ്ട് നിന്നാ മതിയോ? കുറഞ്ഞൊന്നുമില്ലേ? കുറഞ്ഞതില്ലേ, കൂടിയതേ ഉള്ളൂ. തരട്ടെ. അങ്ങനെ പറഞ്ഞാ എങ്ങനാ? ആ മുകളിലുള്ളതിന് എത്രയാ? ഓ, ഇതാണോ? പോയി നോക്ക് അങ്ങോട്ട്. അതല്ലെന്നേ. അപ്പൊ ഇതായിരിക്കും. അതല്ല, അതിന്റെ അപ്പുറത്ത്. ഇതല്ല, ഈ കിടക്കുന്നതാണോ? അല്ലല്ല, ആ പിങ്ക് പിങ്ക് പിങ്ക്. ഓ, പിങ്ക് ആയിരുന്നോ?
ദേ ഈ പിങ്ക് ഇതാണ് കറക്റ്റ് പിങ്ക്. ആ അത് ഞാൻ എടുത്തരാം കേട്ടോ. ആ ഞാൻ എടുത്തോളാന്നേ. ഷേ ഞങ്ങളിത് കട്ടോണ്ട് പോകുന്നൊന്നുമില്ലെന്നേ. അതെ ഇത് കൊള്ളാൻ നോക്കിയേ. ഇത് നമ്മുടെ വീടിന്റെ കളറുമായിട്ട് അങ്ങോട്ട് ചേരുന്നില്ലെന്നേ. നമ്മൾ സ്വന്തം വീട് വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം. വാ ഇങ്ങോട്ട്. ആ അത് ശരിയാ. അല്ല എത്ര തരൂന്ന് പറ. ഇത്ര നേരം അതൊന്നും അല്ലല്ലോ പറഞ്ഞേ. അവസാന വില എത്രന്ന് വെച്ചാ പറ. 85 രൂപ. 85? ഒരു 100 രൂപയാണ് എടുത്തോ. 100 രൂപയോ? നടക്കില്ല. ഇങ്ങോട്ട് വന്നേ, നമുക്ക് പോവാം. ഇതൊന്നും നമുക്ക് പറ്റില്ല. നിക്കല്ല, ഇങ്ങനെയാണ് നിങ്ങൾ പുതിയ വീട് ഉണ്ടാക്കുകയും ചെയ്യും. എടി 100 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ വേണ്ടാന്ന് പറഞ്ഞേ? ഇങ്ങോട്ട് നോക്ക്. അയ്യോ എന്തിനാടി ഇതൊക്കെ അവിടെ നിർത്തേ? ഷോ, ഇതും വിളക്ക് തന്നെ, അതും വിളക്ക് തന്നെ. ഇതെന്താ കത്തിച്ച കത്തില്ലേ? അതോ ഞാൻ കത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കോ? നമ്മളെ ജീവിക്കാൻ പഠിക്കണം. നിങ്ങളൊന്ന് വന്നേ ഇങ്ങോട്ട്. എങ്ങോട്ട്? നിങ്ങളുടെ അനിയത്തിന്റെ വീട്ടിലോട്ട്. ഭാഗ്യം അവളുടെ ട്രാൻസ്ഫർ ക്യാൻസൽ ആയത്. ഇല്ലെങ്കിൽ ആ ലോയറെ നമ്മളെ അരിഞ്ഞു കളഞ്ഞേനെ. ആ അത് ശരി. ആ പിന്നെ ഞാൻ ആ അപ്പാർട്ട്മെന്റ് അടുത്ത് വരെ മാത്രമേ വരത്തുള്ളൂ, അകത്തോട്ട് വരില്ല. മനസ്സിലായല്ലോ? നീ തന്നെ അകത്ത് പോയി സംസാരിച്ചാ മതി. നിങ്ങളുടെ ഭാര്യയായ കുറ്റത്തിന് അതും ഞാൻ ചെയ്തോളാം. ആദ്യം ഈ പാട്ട വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്ക്. ആ സ്റ്റാർട്ട് ആക്കുമല്ലേ? ഇത് നിങ്ങളെ പോലെയാ. ഒന്ന് മനസ്സിലാക്കൂ സൂരി, നിങ്ങളുടെ രാമന്റെ മനസ്സിൽ ഇപ്പൊ എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. നിങ്ങൾക്ക് നിങ്ങളുടെ രാമൻ സെറ്റിൽ ആവണമെന്നൊന്നുമില്ലേ? എന്തേ പറയുന്നേ? കുട്ടികൾ പറയുന്ന പോലെ പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിഷയത്തിലേക്കോ? വിഷയം പറയാൻ ഇത്ര അധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ കരുതിക്കോ, വിഷയം സീരിയസ് ആണ്. സീരിയസോ? എന്തു പറ്റിയടാ? നിങ്ങൾക്ക് ഒരു അക്ഷരം മറുത്തു പറയാതെ ഞാൻ പറയുന്നത് കൃത്യമായി കേട്ടിരിക്കാൻ പറ്റോ? നോക്ക് സൂരി, റാമിന് നല്ലത് സംഭവിക്കണം. അവൻ പുതിയൊരു ജീവിതം തുടങ്ങാൻ തന്നെയാ നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. പക്ഷേ അവൻ ആരെയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ് വേർപെടുത്താൻ വേണ്ടി അവന്റെ ശത്രുക്കളൊക്കെ പ്രയത്നിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ നിന്റെ സംശയം? എന്താണ്ടേ? അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വിശ്വസിപ്പിക്കാൻ തൽക്കാലം സാക്ഷി ആധാരങ്ങൾ എന്റെ കയ്യിലില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു സംശയമാ, പക്ഷെ ഒരിക്കലും കള്ളമല്ല. അവരെവിടെയുള്ളേ? ഓഫീസിലാണോ? ഓഫീസിലല്ലെങ്കിൽ സോറി, നീ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അശോക് വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും പേഴ്സണൽ കാര്യമാവുമല്ലോ. എന്നാ പിന്നെ ഞാൻ പിന്നെ വരാച്ച. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് റാമ് വീട്ടിൽ നിൽക്കണമെന്ന് വിചാരിച്ച് നടക്കുന്നില്ല. ജോലി, മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഓഫീസ് കാര്യത്തിലാ ഭയങ്കര ശ്രദ്ധ. അവനെ കാണുമ്പോ ഞാൻ തന്നെ അവന്റെ ശത്രു എന്നൊക്കെ എനിക്ക് ചിലപ്പോ തോന്നിപ്പോറുണ്ട്. എന്തൊക്കെയാണ് പറയണേ? അതൊന്നും കാര്യം കണ്ട സൂരി, എന്തോ തോന്നിയത് പറഞ്ഞതാ. ശരി, ഞാൻ ഇറങ്ങട്ടെ, ജോലിയുണ്ട്. ഇവന്റെ കാര്യം നല്ല രസമാണല്ലേ. ചിലപ്പോ അവൻ എന്താ ചെയ്യുന്നേ, എന്താ പറയുന്നേ ഒന്നും അറിയില്ല. പാവാടി മോളെ, അവനെ കുറിച്ചുള്ള ചിന്തയേക്കാ റാമിനെ കുറിച്ചുള്ള ചിന്തയാ കൂടുതൽ. ഞാനും അതല്ലേ ചിന്തിക്കുന്നത് അച്ഛാ. എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ നീ? അത് തന്നെ അച്ഛാ, ദീപാവലിക്കല്ലേ സ്റ്റാഫിനെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് നമുക്ക് അവർക്കൊരു വിരുന്ന് കൊടുക്കണ്ടേ അച്ഛാ? കണ്ടോ ഞാൻ നിന്നോട് ഓഫീസിലെ കാര്യങ്ങൾ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞാലും അമ്മയുടെ മനസ്സ് എങ്ങനെ അടങ്ങുക? അവിടെ ഉള്ളവരെയൊക്കെ വിളിച്ച് നിനക്ക് വിരുന്ന് കൊടുക്കണമല്ലേ? ആയിക്കോട്ടെ. ഈ പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദീപാവലി റാമുണ്ടല്ലോ. ആയിക്കോട്ടെ, എന്താന്ന് വെച്ചാൽ ചെയ്തോ മോളെ. ശരി അച്ഛാ. അച്ഛാ, എനിക്ക് അച്ഛനോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. അത് എനിക്ക് എങ്ങനെ പറയണോന്നറിയില്ല അച്ഛാ. എന്നോട് പറയാൻ എന്തിനാ ഒരു മടി? പറഞ്ഞോ. അല്ല അച്ഛാ, ഇവര് പിന്നെയും പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടാ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വീടിന് പകരം അവർക്ക് മറ്റൊരു സ്ഥലം റെഡിയാക്കി കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല അച്ഛാ? അവര് അതെന്തായിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാ മോളെ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? അവനെ എനിക്കറിയില്ലേ. അത് പിന്നെ എനിക്ക് അച്ഛന്റെ മകന്റെ ഉത്തരവാദിത്വത്തിൽ അത്ര വിശ്വാസമില്ല അച്ഛാ. പക്ഷേ നിന്റെ ബുദ്ധി സാമർഥ്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ടല്ലോ.
എന്നാലും ഭർത്താവ് ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഭാര്യയുടെ മനസ്സിലുണ്ടാവുന്ന ഫീലിംഗ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നീ ഒന്നും ചിന്തിക്കണ്ട, ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. ശരി അച്ഛാ.